പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മനോഹരമായ ഒരു ഇൻഡോർ പോട്ട് ഉണ്ടാക്കുന്ന വീഡിയോയാണ്. അതും പഴയ പ്ലാസ്റ്റിക് ബോട്ടിലുകളും കുറച്ച് വേസ്റ്റായിട്ടുള്ള തുണികളും പിന്നെ വൈറ്റ് സിമൻറ്റും കൊണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം എടുത്തിരിക്കുന്നത് വൈറ്റ് സിമൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ വൈറ്റ് സിമൻറ്റ് ഒരു മീഡിയം ലൂസിന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അടുത്ത് വേണ്ടത് പഴയ കോട്ടൺ തുണികളാണ്. അപ്പോൾ കോട്ടൺ തുണികൾ നമുക്ക് പഴയ പ്ലാസ്റ്റിക് ബോട്ടിൽ ഏത് സൈസിലുള്ളത് വേണമെന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ വൈറ്റ് സിമൻറ്റിൽ മുക്കിയ കോട്ടൺ തുണി ആ പ്ലാസ്റ്റിക് ബോട്ടിലിൽ ചുറ്റാതെ നമുക്ക് ചുറ്റിക്കെട്ടാം. അപ്പോൾ അതിൻ്റെ പുറ സൈഡിൽ എല്ലാ സൈഡിലും ചുറ്റിക്കെട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അതിൻ്റെ അടിസൈഡിലും കൂടെ ചുറ്റിക്കെട്ടാം. ഞാൻ ഇതിൽ അടിസൈഡിൽ വൈറ്റ് സിമൻറ്റ് തേച്ച് പിടിപ്പിക്കുന്നില്ല. അപ്പോൾ അടിസൈഡിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ചുറ്റാതെ മാത്രം തേച്ച് പിടിപ്പിക്കുന്നുള്ളൂ. എന്നിട്ട് അത് ഏകദേശം ഒരു ദിവസം നല്ലവണ്ണം ഉണങ്ങാൻ വയ്ക്കുക. അപ്പോൾ നല്ലവർക്ക് ഉണങ്ങിയതിന് ശേഷം അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വൈറ്റ് സിമൻറ്റ് ഒരു മീഡിയം ലൂസിന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു പേസ്റ്റ് പരുവത്തിൽ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ഫൈബറിൻ്റെ ചെറിയ ഷീറ്റ് കൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു ഷീറ്റ് അല്ലെങ്കിൽ പുട്ടി ബ്ലേഡായിരുന്നാലും മതിയാകും. എന്നിട്ട് അതിൽ നമുക്ക് നല്ലവണ്ണം കോരി നമുക്ക് ആ ബോട്ടിലിൻ്റെ ചുറ്റാതെ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഓവർ കനമൊന്നും വേണ്ട, നൈസ് കനം മതിയാകും. അപ്പോൾ ഇതിൽ വൈറ്റ് സിമൻറ്റ് ഒരു 1/2 കിലോ പോലും തികച്ച് വേണ്ടി വന്നില്ല. 1/2 കിലോയ്ക്ക് താഴെ മാത്രമാണ്. അപ്പം ഇത്രയും വലിയൊരു പോട്ടിൽ ഏകദേശം 1 കിലോ വൈറ്റ് സിമൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു 4 പോട്ട് സുഖമായിട്ട് നമുക്ക് ഇതേ കണക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അടിസൈഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തുണി ചുറ്റി കെട്ടിയിട്ട് നമുക്ക് അവിടെയും തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ എല്ലാ സൈഡിലും ഒരു മീഡിയം കനത്തിന് തേച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അടിസൈഡും കൂടെ ആ എഡ്ജ് ഭാഗമൊക്കെ നല്ലവണ്ണം തേച്ച് വൃത്തിയാക്കിയിട്ട് അതിനൊന്ന് ബ്രഷ് കൊണ്ട് നല്ലവണ്ണം ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഒരു ദിവസം നല്ലവണ്ണം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഉണക്കിയെടുത്തിട്ട് 80-ൻ്റെ പേപ്പർ ഉപയോഗിച്ച് നമുക്കതിൻ്റെ മുകൾ ഭാഗം മാത്രം ഒന്ന് റൗണ്ട് ഷേപ്പിൽ വരത്തക്ക രീതിയിൽ വൃത്തിക്ക് പേപ്പർ പിടിച്ചെടുക്കാം. അതിൻ്റെ താഴോട്ടുള്ള വലിയ തടുപ്പൊക്കെ ഉണ്ടെങ്കിൽ മാത്രം താഴെ സൈഡും കൂടെ പേപ്പർ ചെയ്തെടുക്കാം. അപ്പോൾ പേപ്പർ അടിസൈഡിലും ഏറ്റവും ടോപ്പിൽ നമുക്കൊരു 1 ഇഞ്ച് വീതിക്കും കൂടെ മാത്രം പേപ്പർ ചെയ്തെടുത്താൽ മതിയാകും. മൊത്തം ഏകദേശം ലെവൽ ഉണ്ടെങ്കിൽ പേപ്പർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതിൽ പേപ്പർ ഏകദേശം എല്ലാ സൈഡും ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും മുകളിൽ ഏകദേശം 1 ഇഞ്ച് വീതിക്കുള്ള ഒരു ടേപ്പ് ഞാൻ റൗണ്ട് ഷേപ്പിൽ ചുറ്റിക്കെട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വാൾപുട്ടിയാണ്, സാധാ വാൾപുട്ടി. അപ്പോൾ വാൾപുട്ടി ചെറിയൊരു പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ കൈ കൊണ്ടല്ലെങ്കിൽ കത്തി കൊണ്ടോ പുട്ടി ബ്ലേഡ് കൊണ്ടോ കോരി പോട്ടിൻ്റെ ചുറ്റാതെ നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം പുട്ടി ഏകദേശം ഒരുപാട് ലൂസായി പോകരുത്, ഒരു പേസ്റ്റ് പരുവത്തിൽ മിക്സ് ചെയ്തിട്ട് നല്ല അതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കൈപാദം കൊണ്ട് നല്ലവണ്ണം അതിൽ ഒപ്പിയെടുക്കുമ്പം നമ്മൾ ആ ഡിസൈൻ കിട്ടും. സ്ട്രക്ചർ ഡിസൈൻ അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഈ ഡിസൈൻ കിട്ടാൻ പിന്നെ ഫസ്റ്റ് ലൂസാണെങ്കിൽ നല്ല തടുപ്പ് കിട്ടത്തില്ല. അതൊന്നും കൂടെ ഇച്ചിരി വെള്ളത്തിൻ്റെ ഈർപ്പം ഒന്ന് മാറിയിട്ട് രണ്ടാമതൊന്നും കൂടെ കൈപ്പാദം കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പം നമുക്കത് ഏകദേശം സ്ട്രക്ചർ ഡിസൈൻ അടിപൊളിയായിട്ട് കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ബോർഡറായിട്ട് ഒട്ടിച്ചിരിക്കുന്ന ആ ടേപ്പ് ഇളക്കി മാറ്റാം. അപ്പോൾ ടേപ്പ് ഇളക്കി മാറ്റുന്നത് ഏകദേശം ഒരു 2-3 അല്ലെങ്കിൽ ആ പുട്ടി നമ്മൾ അപ്ലൈ ചെയ്ത പുട്ടി നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം മാത്രം ടേപ്പ് ഇളക്കി കളയാം. പിറ്റേ ദിവസം വെച്ച് കഴിഞ്ഞാൽ ടേപ്പ് ചിലപ്പം പുട്ടി എല്ലാം കൂടെ നല്ല സെറ്റായി പോകും. അപ്പോൾ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ആ ടേപ്പ് അങ്ങ് ഇളക്കി മാറ്റാം. അപ്പോൾ ടേപ്പ് ഇളക്കി മാറ്റിയിട്ട് ഏകദേശം ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം നല്ലവണ്ണം ഉണക്കിയിട്ട് മാത്രമേ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 2 ദിവസം ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ടേപ്പ് ഒട്ടിച്ച സൈഡിലൊക്കെ ചെറിയ തടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പേപ്പർ ചെയ്തെടുക്കാം. 220-ൻ്റെ പേപ്പർ ഇട്ടാണ് ആ മുകൾ സൈഡിലൊക്കെ പേപ്പർ ചെയ്ത് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആക്രിലിക്കിൻ്റെ കളറാണ്. അപ്പം ഫസ്റ്റ് കോട്ട് ആക്രിലിക്കിൻ്റെ ബ്ലാക്ക് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന പുട്ടിയിൽ എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ ഒരു കോട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക.
ഈ അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അക്രിലിക്കിൻ്റെ കോപ്പറാണ്, കോപ്പർ കളർ. അപ്പോൾ കോപ്പർ കളർ വലിയ ബ്രഷിലോ ചെറിയ ബ്രഷിലോ ഓട്ടിച്ച് നമുക്ക് ബ്രഷ് ചെയ്താൽ മതി. നല്ല എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ ബ്രഷ് ചെയ്യേണ്ട, ഓട്ടിച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതേ കണക്ക് ഓട്ടിച്ച് ബ്രഷ് ചെയ്യുമ്പോൾ ആ തടുപ്പിൽ മാത്രം നമുക്ക് ആ കളർ കിട്ടും. ഇപ്പം കാണാൻ നല്ല ലുക്കായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് അക്രിലിക്കിൻ്റെ ഗോൾഡാണ്. അപ്പോൾ ഗോൾഡും കൂടെ ഇതേ കണക്ക് തന്നെ ഓട്ടിച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് മുകളിൽ ബോർഡറാണ്. ഇനി ആ ബോർഡർ, ആ 1 ഇഞ്ച് വീതിക്കുള്ള ബോർഡറിൽ ഞാൻ അക്രിലിക്കിൻ്റെ ഗോൾഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ മതിയെങ്കിൽ നിങ്ങളത് തിരഞ്ഞെടുത്താൽ മതി. അപ്പോൾ അത് 1-2 കോട്ട് അടിക്കുമ്പം അത് നല്ലവണ്ണം കവർ ചെയ്ത് വരും. എന്നിട്ട് അകത്തെ സൈഡും മൊത്തം സൈഡിലും കളർ ചെയ്യുന്നില്ല, ഏകദേശം 1 ഇഞ്ച് വീതിക്ക് അക്രിലിക്കിൻ്റെ വൈറ്റ് കളറും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇനി അതിൻ്റെ അടിസൈഡിൽ നമുക്ക് ഒരു കമ്പി ഒന്ന് ചൂടാക്കി അവിടെ ഒരു ഹോളും കൂടി ഇടപ്പോൾ ചെടിച്ചട്ടിയുടെ അടിസൈഡിൽ ഹോളുമായി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.